കാറ്റത്തെ കിളിക്കൊണ്ട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കത്തി കയറി പറയുന്നു. അപ്പോൾ ആകെ തലയ്ക്ക് കൈ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നികേഷ് അവരെ ഒരു ഹാളിലേക്ക് ഓടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് നമ്മുടെ നികേഷും കൂടെ അമ്പലത്തിൽ പോകണം. അപ്പോൾ നിധിക്കൊരു സർപ്രൈസ് കൊടുക്കട്ടെ, അല്ലെങ്കിൽ തന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല ധാരണ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് സുധീഷ് നിധിയുടെ മുന്നിലെത്താ കണ്ട് ശരിക്കും ശയനപ്രദക്ഷിണം നടത്തും. പക്ഷേ നിധിനെ കണ്ടപ്പോൾ വേഗം ചാടി എഴുന്നേൽക്കണ്ട, ഈ വഴിപാടിന് ശയനപ്രദക്ഷിണം എന്ന് പറയാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ ഈ അമ്പലം ചുറ്റും ശയനപ്രദക്ഷിണം നടത്തണോട്ടാന്ന് പറയും. അപ്പോൾ സുധീഷ് ഇടികെട്ടേറ്റ പോലെ ആവും. ഈ അമ്പലം ഇത്ര അധികമോ എന്ന് പറയാം, ഇത്ര അധികം ചെയ്യണം, ഈ വഴിപാട് മുടക്കാൻ പാടില്ല എന്ന് പറയും. നികേഷിന് സത്യങ്ങളൊക്കെ മനസ്സിലായെങ്കിലും നികേഷ് ഭയങ്കര ചിരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജ്യോതി, അതായത് നമ്മുടെ സുഭാഷിൻ്റെ ആ പെണ്ണ് വിളിക്കുന്നുണ്ട്. അപ്പോൾ പണിസ്ഥലത്താണെങ്കിലും ഫോൺ എടുക്കും. സുഖമാണോ എന്ന് സുഭാഷ് ചോദിക്കും. എനിക്ക് സുഖമാണ്, നിങ്ങൾക്കോ എന്ന് ചോദിക്കും. ആ സുഖമാണ് എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.